ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ടാറ്റയുടെ എടപ്പള്ളിയിലുള്ള EV ഓൺലി ഡീലർഷിപ്പിലാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ടിയാഗോയുടെ വീഡിയോ കണ്ടു കാണുമായിരിക്കും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇവരുടെ തന്നെ കർവ് EVയെ പറ്റിയാണ്. ആൻഡ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഒരു വീഡിയോ എന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരേ ദിവസം തന്നെ നമ്മുടെ മഹീന്ദ്രയുടെ BE6ഉം അതുപോലെ കർവ് EVയും എല്ലാം ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് മേജർ കീ പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോപ്പർ കമ്പാരിസൺ അല്ല, പക്ഷെ എന്നാൽ ചെറുതായിട്ട് അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഇപ്പോൾ കർവ് EV ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി, പക്ഷേ BE6 ഇറങ്ങിയ സമയത്ത് ഏകദേശം ഇതിനൊരു ഡിസ്ട്രോയ് ചെയ്ത മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വണ്ടിയുടെ ഒരു മേജർ അട്രാക്ഷൻ ഇതിൻ്റെ കൂപ്പേ ഡിസൈൻ ആയിരുന്നു ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് വളരെ തിന്നായിട്ടുള്ളൊരു കണക്റ്റഡ് ലെയർ ടെയിൽ ലാമ്പാണ് ബാക്കിൽ വരുന്നത്. അതുപോലെ തന്നെ Curve.EVയുടെ ബാഡ്ജിങ്ങും വരുന്നുണ്ട്. ഓവറോൾ റിയർ പ്രൊഫൈൽ കാണുന്ന വണ്ടി അത്യാവശ്യം നല്ലതാണ്. BE6 കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ലുക്കിലാണ് വരുന്നതെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ബാക്കിലാണെങ്കിലും നമുക്ക് ഒരു സ്ലോപ്പിംഗ് റൂഫ് ലൈനും അതുപോലെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റന തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കാനാണെങ്കിലും ഒരു ഗ്ലോസി ബ്ലാക്ക് ക്ലാഡിംഗ് ആണ് നമുക്ക് ഈ വാഹനത്തിന് കിട്ടുന്നത്. BE6ലും അത് തന്നെയാണ് വരുന്നത്. പിന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസിലാണ് നമുക്ക് രണ്ട് വാഹനങ്ങളും വരുന്നത്. അതുപോലെ തന്നെ വാർ വീംസ് ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് നമുക്ക് ഹാരിയറിലൊക്കെ ഇതിന് മുന്നേ കിട്ടിയിരുന്ന നല്ല വലിയ സൈസുള്ള വാർ വീംസ് ആണ്. ഈവൻ അലോയ്സ് എടുക്കുകയാണെങ്കിൽ പോലും 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് നമുക്ക് കർവ് EVയിൽ കിട്ടുന്നത്. BE6ൽ നമുക്ക് ഓപ്ഷണൽ അലോയ്സ് അവൈലബിൾ ആണ് 20 ഇഞ്ച് വരെ ഉള്ളത്. നോർമലായിട്ട് കമ്പനിയിൽ നിന്ന് വരുന്ന സ്റ്റാൻഡേർഡ് സൈസ് 19 ഇഞ്ച് വീൽസ് ആണ്, അതായത് ഇതിനേക്കാൾ 1 ഇഞ്ച് കൂടുതലാണ്. പക്ഷേ രണ്ടിൻ്റെ അലോയ് വീൽസിൻ്റെ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. 20 ഇഞ്ച് വീൽസ് വരുന്ന BE6ന് നല്ലതാണ്, പക്ഷേ 19 ഇഞ്ച് വീൽസും ഇതിൻ്റെ 18 ഇഞ്ച് വീൽസും ഞാൻ അത്ര വലിയൊരു ഫാനല്ല. കൂടുതലും എയറോഡൈനമിക് വീൽസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നമുക്ക് രണ്ട് വണ്ടികളെയും മിററിൻ്റെ താഴെ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ഓപ്പറേഷൻ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസിലാണെങ്കിലും അവർ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് രാത്രിയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് തന്നെ പറയാം. പിന്നെ റിക്വസ്റ്റ് സെൻസറൊക്കെ തീർച്ചയായും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇതാണ് ഈ വാഹനത്തിനകത്ത് നമുക്ക് മൊത്തം പറയാൻ പറ്റുന്ന ഒരു കാര്യം. സൈഡ് പ്രൊഫൈൽ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡയമെൻഷൻസ് 4.3 മീറ്റേഴ്സിനടുത്താണ്. രണ്ട് വാഹനങ്ങളുടെയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കണക്റ്റഡ് ഹെഡ്ലൈറ്റ്സ് ആണ് കിട്ടുന്നത്, അതായത് DRLs. അതിൻ്റെ അകത്ത് തന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഫംഗ്ഷനും പിന്നെ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ലൈറ്റിൻ്റെ ഒരു ഡാൻസ്, അതായത് ഒരു ഇലൂമിനേഷനൊക്കെ നമുക്ക് രാത്രിയിൽ ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് BE6ൽ വേറൊരു ലെവലിലായിട്ട് മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് ഈ വാഹനത്തിൽ അത് കൊടുത്തിരുന്ന അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു. അത് നെക്സോൺ ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് ഫേസ് ലിഫ്റ്റിൽ അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. LED ലൈറ്റ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലും വരുന്നത്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും നോർമൽ പെട്രോൾ ഓർ ഡീസൽ കർവ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് അതുപോലെ അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ചാർജിങ് പോയിന്റ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ കർവിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക്. നിങ്ങൾക്ക് എക്സ്റ്റീരിയർ ലുക്ക് വൈസ് ഏതാണ് കൂടുതൽ ഇഷ്ടം, കർവാണോ BE6 ആണോ തീർച്ചയായും താഴെ കമൻസിൽ പറയുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കർവിൻ്റെ ഏറ്റവും ടോപ്പ് എൻ്റെ മോഡലല്ല, കുറച്ച് താഴത്തെ വേരിയൻ്റ് ആണ്. കാരണം ഇവർ ഈ ഡിസ്പ്ലേക്ക് ഇടുന്ന സമയത്ത് ഇലക്ട്രിക് സീറ്റ്സ് ഉള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സീറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരതിൻ്റെ ബാറ്ററിയുടെ ടെർമിനലൊക്കെ ഊരിട്ടിരിക്കുകയാണ്. EV ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ഓണായാലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എങ്ങാനും ആരെങ്കിലും ഒന്നും അറിയാതെ വണ്ടി ചാടിപ്പോയാലോ എന്നുള്ളൊരു ഇതിലാണ് അവർ മാറ്റിയിട്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസിന് വേരിയൻ്റ് വലിയ കാര്യം അതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല. ഇനി ഇൻറ്റീരിയറിലേക്ക് വരാനാണെങ്കിൽ എക്സ്റ്റീരിയർ വരെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ഇൻറ്റീരിയറിൽ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് BE6 ചെയ്തും കമ്പയർ ചെയ്യുമ്പോൾ മേജർ ഡിഫറൻസ് അറിയാൻ പറ്റുന്നത്. ആദ്യത്തെ ഡിഫറൻസ് ഇതിൻ്റെ ഡോർ പാഡ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമുക്കിതിൻ്റെ അകത്ത് നെക്സോണിലൊക്കെ കുറച്ച് കാലം മുന്നേ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സെയിം പവർ വിൻഡോ കൺട്രോൾസും ഇൻസൈഡ് ഡോർ ഹാൻഡിൽസൊക്കെയാണ് വരുന്നത്. കുറച്ചധികം ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് BE6ൻ്റെ ആ സ്ട്രാപ്പ് ടൈറ്റ് ഡോർ ഹാൻഡിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അകത്തേക്ക് കയറുകയാണെങ്കിലും നമുക്കിതിൻ്റെ അകത്ത് 4 സ്പോക്ക് ഇലൂമിനേറ്റഡ് ലോഗോ ഉള്ള നല്ലൊരു വലിയ സ്റ്റിയറിംഗ് വീലാണ്. ടാറ്റയാണ് ഇത്തരത്തിലുള്ള സ്റ്റിയറിംഗ് വീൽ ഡിസൈൻസ് ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവന്ന് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മഹീന്ദ്ര വന്നത്. പക്ഷേ എന്തായാലും മഹീന്ദ്ര ഇപ്പോഴും 2 സ്പോക്കാണ് കൊടുക്കുന്നത്, ഇത് 4 സ്പോക്കാണ്. നമുക്ക് എന്തായാലും സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തന്നെ പറയാം. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ലഭിക്കുന്നുണ്ട്. ഇലൂമിനേറ്റഡ് കൺട്രോൾസ് ആണ് വരുന്നത്. അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ഒക്കെ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ ഇനിയിപ്പോൾ നിങ്ങൾ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലെവൽ 2 അഡാസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. BE6ൽ നമുക്ക് ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ലെവൽ 2 പ്ലസ് അഡാസ് ആണ് വരുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് 10.25 ഇഞ്ച് വരെയാണ് മാക്സിമം സൈസ് കിട്ടുന്നത്. BE6ൽ 12.3 ഇഞ്ചാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇതിൻ്റെ അകത്തും ആവശ്യത്തിന് സൈസ് ഉണ്ടെന്ന് പറയാം. ഇതിൻ്റെ ഇൻഫോടൈം സിസ്റ്റം വരുന്നത് 12.3 ഇഞ്ച് തന്നെയാണ്. ഇത് ടോപ്പ് എൻഡ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ 10.25 ഇഞ്ചാണ്. പക്ഷേ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 12.3 ഇഞ്ച് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ താഴത്തേക്ക് വരികയാണെങ്കിൽ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള AC കൺട്രോൾസ് ആണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്നത്. അത് ഡ്യുവൽ സോൺ ആണ് BE6ൽ കിട്ടുന്നത്. ഇതിനകത്ത് സിംഗിൾ സോണേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഡ്രൈവ് മോഡ് സെലക്ടർ നോക്കുകയാണെങ്കിലും ഇത് വന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്രീമിയം ആയിരുന്നു. പക്ഷേ BE6ൻ്റെ കുറച്ചും കൂടെ പ്രീമിയം ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം.
അതിലവരൊരു ഫൈറ്റർ ജെറ്റ് ഇൻസ്പയർഡ് തീമാണ് പിടിച്ചിരിക്കുന്നത്. ഈ വണ്ടിയിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്, അത്യാവശ്യം പ്രീമിയം ഫിനിഷൊക്കെ ഉണ്ട്. പക്ഷേ മറ്റത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എഗൈൻ ഒരു ഇത്തിരി പുറകോട്ട് വന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ഓവറോൾ ഈ വണ്ടി നമുക്കിപ്പോൾ ഒറ്റ നോട്ടത്തിൽ മറ്റേ വണ്ടി നോക്കാതെ കാണാനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. ഡ്രൈവ് മോഡ്സ് ഒക്കെ ഇതിനകത്തുണ്ട്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കിട്ടുന്നുണ്ട്, വയർലെസ് ചാർജർ ഉണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സിറ്റി, ഇക്കോ, സ്പോർട്ട് തുടങ്ങിയ ഡ്രൈവ് മോഡ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഗിയർ നോബിൻ്റെ ഒരു പൊസിഷനിങ് ആണെങ്കിലും ചെറുതാണ്, നമുക്ക് നല്ലൊരു പ്രീമിയം ഫിനിഷ് തന്നെയാണ് ഇതിൻ്റെ അകത്തും കിട്ടുന്നത്. പിന്നെ ഫ്രണ്ട് പാസഞ്ചേഴ്സിനുള്ള ആംറസ്റ്റ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്, ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അകത്തോട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാം ആവശ്യത്തിനുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഓവറോൾ കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിലും അതും വണ്ടിയുടെ അത്യാവശ്യം നല്ലതാണ്. ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് വേറെ കളർ കോമ്പിനേഷൻ കിട്ടുന്നുണ്ട്, നെക്സോണിലൊക്കെ ഉള്ള പോലെ ബ്ലാക്ക് ആൻഡ് ബേജിൻ്റെ കോമ്പിനേഷനൊക്കെ. പക്ഷേ ഈ വണ്ടിയിൽ ഇപ്പോൾ അവരൊരു ബ്രൗൺ ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡിൽ ഈ ഒരു വേരിയൻറ്റിൽ സൺവൈസറിൽ മിറർ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ കോ പാസഞ്ചർ സീറ്റിൽ മാത്രമേ നമുക്ക് മിറർ വരുന്നുള്ളൂ. മാനുവൽ ഡേ നൈറ്റ് IR-VMs തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. എഗെയിൻ അത് ടോപ്പിലേക്ക് വരുമ്പം ഓട്ടോ ഡിമിങ് ആവുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കൺസോൾ പോലെ വരുന്നുണ്ട് ടോപ്പ് പോർഷനിലായിട്ട്. അവിടെ ലൈറ്റ്സ്, അതുപോലെ നമ്മുടെ പാനോറാമിക് സൺറൂഫിൻ്റെ കൺട്രോൾസ് അതൊക്കെ ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ റൂഫ് ലൈനറൊക്കെ നമുക്ക് സാധാരണ വണ്ടികളിൽ കിട്ടുന്ന പോലെ ഒരു ബേജ് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. B6 കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. ഇതിൻ്റെ ഒരു ഡാർക്ക് എഡിഷൻ വരികയാണെങ്കിൽ അത് ഈസി ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ഇൻറ്റീരിയർ പ്ലാസ്റ്റിക് ക്വാളിറ്റി എടുക്കാനാണെങ്കിലും ഈ വണ്ടിയുടെ മോശമല്ല, നമുക്ക് ഒരുപാട് സോഫ്റ്റ് ടച്ച് ഒന്നും ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ കിട്ടുന്നില്ല. അതുപോലെ ഇപ്പോൾ ഈ തൊടുന്ന സ്ഥലമാണെങ്കിലും ചെറിയതായിട്ടൊരു സോഫ്റ്റ് പ്ലാസ്റ്റിക്സിൻ്റെ ഫീൽ ഉണ്ട്. പക്ഷേ നമുക്ക് ലെതർ ഫിനിഷ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. B6 പക്ഷേ അങ്ങനെയല്ല, നമുക്കെല്ലാം നല്ല സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള പ്രീമിയം ഫിനിഷ് മെറ്റീരിയൽസ് ആണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സോ അത് വെച്ച് ഡയറക്റ്റ് കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്തിരി കുറവായിട്ട് പ്ലാസ്റ്റിക് ക്വാളിറ്റി ഫീൽ ചെയ്യും. പക്ഷേ ഓവറോൾ നമ്മളിപ്പം ഇത് മാത്രം നോക്കുകയാണെങ്കിൽ വളരെ മോശം പ്ലാസ്റ്റിക്സ് അല്ല. അതുപോലെ ഗ്ലോ ബോക്സിൽ ഇഷ്ടംപോലെ സ്ഥലം നമുക്ക് വരുന്നുണ്ട്. സോഫ്റ്റ് ടച്ച് ആണ്, അതായത് അതിൻ്റെ അകത്തൊരു ഡാമ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡോർ പാഡ്സിൻ്റെ ഒക്കെ കളർ കാണാം, അവിടെയൊക്കെ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഈ ഒരു വാഹനത്തിലും അവൈലബിൾ ആണ്. അതിൻ്റെ ഡിസൈൻ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. സീറ്റ്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട് സീറ്റ്സ് ആണ്. ബാക്കിൽ കുഴപ്പമില്ല, ബാക്കിലത്തെ സീറ്റ്സിൻ്റെ കാര്യം നമുക്ക് അവിടെ പോയിട്ട് പറയാം. എന്തായാലും ഫ്രണ്ടിൽ നമുക്ക് 2 അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. 6 എയർ ബാഗ്സിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്കിലും നമുക്ക് സൈഡിലായിട്ട് റൂഫ് ലാമ്പ് അല്ലെങ്കിൽ ക്യാബിൻ ലാമ്പ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ റിയർ സീറ്റ് എക്സ്പീരിയൻസ് നോക്കാനാണെങ്കിലും ഇതിൻ്റെ ഡോർ പാഡ്സും സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ നമുക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് സ്പേസിൻ്റെ ഒരു കുറവ് നെക്സോൺ EV പോലെ അത്രയും ഫീൽ ചെയ്യില്ല, ഇത്തിരി കൂടെ സ്പേസ് ഉള്ളതായിട്ട് തോന്നും. പക്ഷേ ബാറ്ററി പാക്ക് 45ഉം അതുപോലെ 55 kWh ആയതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്നത് 55 kWhലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലോർ അത്യാവശ്യം നല്ല പൊങ്ങിയാണ് ഇരിക്കുന്നത്. നമുക്ക് കാല് മുട്ടിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ കാലൊരുപാട് അകത്തേക്കൊന്നും പോകില്ല സീറ്റിൻ്റെ, കാരണം ഫ്ലോർ അത്രയും പൊങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഇത്തിരി മുട്ട് റേസ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് ഇരിക്കുന്നത്. ചില വണ്ടികളിലൊക്കെ 3rd റോയിൽ ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത്രയും മോശമല്ല. ഏകദേശം ആ ഒരു ഫീൽ നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് വരും. പിന്നെ AC വെൻസും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. ബാക്കിലൊരു ഫാസ്റ്റ് ചാർജിങ് 45 വാട്ട്സിൻ്റെ Type-C പോർട്ടും കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പേസ് നമ്മൾ B6 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇതിനേക്കാൾ മോശമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ബാക്കിലത്തെ ഗ്ലാസ് ഏരിയയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പെട്ടെന്നൊക്കെ ആരെങ്കിലുമൊക്കെ ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു ക്ലസ്റ്റർഫോബിക് ഫീൽ അതിൻ്റെ അകത്ത് വരും. ഓൾ ബ്ലാക്ക് ക്യാബിനും കൂടെ ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയാനേ ഇല്ല. ഇതിൽ പക്ഷേ അത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. ഇരുന്ന് പോകാനൊക്കെ അത്യാവശ്യം ഏരിയ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. അത് ഇൻറ്റീരിയർ കളർ കോമ്പിനേഷനും കൂടെ ഒരു റീസൺ ആണ് അതിന്. പിന്നെ ബാക്കിൽ ആംറസ്റ്റ്, അതുപോലെ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ, 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സൗണ്ട് സിസ്റ്റം നമുക്കൊരു 9 സ്പീക്കർ JBLൻ്റെ ഓഡിയോ സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. പക്ഷേ B6 നമുക്ക് 16 സ്പീക്കർ ഹാർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിന് ഇതൊരു മാച്ച് അല്ല. ഇതും നല്ല സൗണ്ട് സിസ്റ്റം തന്നെയാണ് കേട്ട് നോക്കിയായിരുന്നു. പക്ഷേ B6 കുറച്ചും കൂടെ മുന്നിലാണെന്ന് പറയേണ്ടി വരും. സോ ഇതാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയിപ്പോൾ റേറ്റ് കമ്പയർ ചെയ്യാനാണെങ്കിലും അത്യാവശ്യം നല്ല ടോപ്പ് ആൻഡ് പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത് 17.49 lakhs സ്റ്റാർട്ട് ചെയ്യും 45 kWh മോഡൽ. മാക്സിമം 55 kWh മോഡൽ 22 lakhs, അതായത് 21.99 lakhs അവസാനിക്കുന്നത്. B6 എടുക്കാനാണെങ്കിൽ 18.9 lakhs 59 kWh ബാറ്ററി പാക്കിൻ്റെ മോഡൽ സ്റ്റാർട്ട് ചെയ്യും. അത് 24.5 വരെയാണ് മാക്സിമം പോകുന്നത്. ഇനി അതല്ല 79 kWh നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം പ്രൈസ് 26.9 lakhs വരെ പോകുന്നുണ്ട്. അതുകൊണ്ട് ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു വ്യത്യാസം തന്നെ ഇവിടെ കാണാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് B6 അഡീഷണൽ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ പവറിൻ്റെ കേസ് ഞാൻ പറയുന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാം 280 bhp ആണ് അതിൻ്റെ അകത്ത് മാക്സിമം പവർ വരുന്നത്. ഈവൻ 59 kWh മോഡലിൽ പോലും 230 PS പവർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 6.7 seconds ആണ് 0 to 100 ക്ലെയിംഡ് ടൈം. ഈ വണ്ടിയുടെ 8.5 സെക്കൻഡ്സിനടുത്താണ്. ഇതും അത്ര മോശമൊന്നുമല്ല. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്, 165 bhp ആണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. നമുക്കങ്ങനെ പെട്ടെന്ന് ഓടിക്കുന്ന സമയത്ത്
സമയത്ത് ഇത് ഒരിക്കലും അണ്ടർപവർഡായിട്ട് തോന്നില്ല. നിങ്ങൾ മറ്റത് ഓടിച്ചാൽ മാത്രമേ ഈ വണ്ടി ഓടിക്കുമ്പോൾ അണ്ടർപവർഡായിട്ട് തോന്നുള്ളൂ. കാരണം മറ്റത് റിയർ വീൽ ഡ്രൈവ് ഇത്രയും പവർ എല്ലാം കൂടെ വരുമ്പം കറക്റ്റ് നമ്മൾ എടുത്ത് വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീലായിരിക്കും അതിന് ലഭിക്കുന്നത്. പിന്നെ അതിനൊക്കെ പുറമെ നമുക്ക് ബാറ്ററിയിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സിൻ്റെ വാറണ്ടി മഹീന്ദ്ര B6 ഓഫർ ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയിൽ നോർമൽ വണ്ടികളൊക്കെ വരുന്ന പോലെ 8 years or 1.6 lakh കിലോമീറ്റേഴ്സിൻ്റെ വാറണ്ടി തന്നെ കിട്ടുന്നുള്ളൂ. എന്തായാലും ഗൈസ്, ഇതാണ് ഞാനിപ്പം ചെയ്യാൻ ഉദ്ദേശിച്ചൊരു ചെറിയ കമ്പാരിസൺ വീഡിയോ. B6ൻ്റെ എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് കുറച്ച് ഷോർട്സ് മാത്രമാണ് അതിന് ചെയ്യാൻ പറ്റിയത്. അത് ഞാൻ ഷോർട്ടായിട്ട് എന്തായാലും ഇടാം. പക്ഷേ ലോങ് വീഡിയോ നമുക്ക് എന്തായാലും അറേഞ്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാനൊരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന പോലത്തെ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ക്ലീനിങ് പ്രോഡക്ട്സ് ആക്സസറീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം. നമുക്ക് ഇതുപോലുള്ള കണ്ടന്റുകളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.